എല്ലാവർക്കും നമസ്കാരം. അധ്യാപക ജോലി സ്വപ്നം കാണുന്നവർക്കായി ചോക്ക് ഡ്രീംസിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസവാർത്ത വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 2026 വിജ്ഞാപന പ്രകാരം അപേക്ഷ സമർപ്പിച്ചവർക്കും അപേക്ഷിക്കാൻ കാത്തിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അറിയിപ്പാണ് പരീക്ഷാഭവൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് മാർച്ച് 6-ാം തീയതി പുറത്തിറങ്ങിയ ഈ പത്രക്കുറിപ്പിൽ 2 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. 1. അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. 2. അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയെക്കുറിച്ചാണ്. കേറ്ററ്റ് ഫെബ്രുവരി 2026 പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ 2026 മാർച്ച് 16 വരെ നീട്ടിയിട്ടുണ്ട്. പലപ്പോഴും അവസാന നിമിഷം അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സെർവർ തിരക്ക് കാരണം പലർക്കും പേയ്മെന്റ് ചെയ്യാനോ അപേക്ഷ പൂർത്തിയാക്കാനോ സാധിക്കാറില്ല. അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കും അപേക്ഷിക്കാൻ വൈകിപ്പോയവർക്കും ഈ അധിക സമയം പ്രയോജനപ്പെടുത്താം. മാർച്ച് 16-ന് മുമ്പ് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ഇത് പൂർത്തിയാക്കുന്നതാണ് ഉചിതം. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അപേക്ഷയിൽ വന്ന തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ച്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 7 വരെയുള്ള തീയതികളിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ പലർക്കും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത്തരം തെറ്റുകൾ തിരുത്താൻ മാർച്ച് 16 വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റായ catet.kerala.gov.in സന്ദർശിക്കുക എന്നതാണ്. അവിടെയുള്ള കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഐഡിയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ പൂർണ്ണമായി സമർപ്പിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ലോഗിൻ ചെയ്ത് തങ്ങളുടെ വിവരങ്ങളും ഫോട്ടോയും ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്ന് നോക്കാം. ആദ്യമായി ഫോട്ടോയാണ്. നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ തന്നെയാണോ നൽകിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഭാഷ അഥവാ ലാംഗ്വേജ് മാറ്റം വരുത്താം. ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ ജില്ല മാറ്റാം. നിങ്ങളുടെ പേര്, രക്ഷകർത്താവിന്റെ പേര്, ജെൻഡർ, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയിലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമയം പാഴാക്കാതെ വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസുകളും സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ചാനലായ ചോക്ക് ഡ്രീംസിൽ ലഭ്യമാണ്. സിലബസ് അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ കേറ്ററ്റ് ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ അപ്ഡേറ്റുകൾക്കും ക്ലാസുകൾക്കുമായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.